സാങ്കേതിക തികവിൽ ലോകത്തെ ഏറ്റവും വലിയ സൈനിക ശക്തികളിലൊന്ന്. സുരക്ഷയുടെ കാര്യത്തിൽ യൂറോപ്യൻ രാജ്യങ്ങളെയും കവച്ചുവെക്കുന്ന തരത്തിലുള്ള വൻ സന്നാഹങ്ങളും സംവിധാനങ്ങളും. ശത്രുവിൻ്റെ ഏത് നീക്കവും മണത്തറിയാൻ ശേഷിയുള്ള അപാരമായ ഇൻ്റലിജൻസ് സംവിധാനങ്ങൾ. 2025 ജൂൺ 13 വരെ അതായിരുന്നു ഇസ്രായേൽ. ജൂൺ 13 ഇറാൻ്റെ വ്യോമാതിർത്തി കടന്നും ഇസ്രായേൽ യുദ്ധവിമാനങ്ങൾ ബോംബുകൾ വർഷിച്ചു. ഇറാൻ കാര്യമായൊരു പ്രതികരണത്തിലേക്ക് പോയില്ലെന്ന പ്രതീക്ഷയിലായിരുന്നു ഇസ്രായേൽ. എന്നാൽ കാര്യങ്ങൾ മാറിമറിയാൻ മണിക്കൂറുകൾ മാത്രമേ വേണ്ടി വന്നുള്ളൂ. അവിടെ നിന്നങ്ങോട്ട് 12 നാൾ ഇസ്രായേലിന് അവരുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ദൈർഘ്യമേറിയ കഠിന കാലമായിരുന്നു. ഇസ്രായേൽ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ തിരിച്ചടിയുടെ അധ്യായമായി ഇക്കഴിഞ്ഞ 2 ആഴ്ച മാറിമറിഞ്ഞത് എങ്ങനെയാണ്? ഹ്രസ്വമെങ്കിലും ലോകരാഷ്ട്രീയത്തിൽ തന്നെ വലിയ ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള സംഭവ വികാസങ്ങൾക്കൊടുവിൽ പശ്ചിമേഷ്യയിൽ ബാക്കിയാകുന്നത് എന്താണ്? വിശദമായി പരിശോധിക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. പശ്ചിമേഷ്യൻ വിദഗ്ധരും മുതിർന്ന മാധ്യമപ്രവർത്തകനും ഫലസ്തീൻ ക്രോണിക്കൽ എഡിറ്ററുമായ റംസി ബാറൂദിൻ്റെ പ്രസക്തമായ ചില വിശകലനങ്ങളിലൂടെ തുടങ്ങാം. ഈ യുദ്ധത്തിലെ വിജയി ആര്? എങ്ങനെയൊക്കെ ഈ സംഘർഷം പശ്ചിമേഷ്യയുടെ രാഷ്ട്രീയ സമവാക്യങ്ങളും ബലാബലങ്ങളും മാറ്റിമറിക്കുന്നു എന്നെല്ലാമാണ് അദ്ദേഹം വിവരിക്കുന്നത്. സംഘർഷത്തിലേക്ക് അമേരിക്കയെ നേരിട്ട് വലിച്ചിഴച്ച് രാഷ്ട്രീയമായും തന്ത്രപരമായും കൂടുതൽ മൈലേജ് ഉണ്ടാക്കാൻ ഇസ്രായേലിന് ആയിട്ടുണ്ടെന്ന് റംസി ബാറൂദ് പറഞ്ഞിട്ടുണ്ട്. ഭാവിയിലും മാതൃകയാക്കാനിടയുള്ള ഒരു നിർണായകപരമായ ഇടപെടലാണ് ഇത്തവണ അമേരിക്ക നടത്തിയിരിക്കുന്നത്. എന്നാൽ ഇസ്രായേലിനെയും അമേരിക്കയെയും അവരുടെ പാശ്ചാത്യ സഖ്യകക്ഷികളെയും നേരിട്ട് വെല്ലുവിളിക്കാനും ഒറ്റയ്ക്ക് നേരിടാനും ശേഷിയുള്ള ശക്തമായ പ്രാദേശിക ശക്തിയായി ഉയർന്നിരിക്കുകയാണ് ഇറാൻ. മേഖലയിലെ പ്രതിരോധത്തിൻ്റെ പുതിയ സമവാക്യമാണ് അതിലൂടെ അവർ സൃഷ്ടിച്ചിരിക്കുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യം, തങ്ങളുടെ പരമ്പരാഗത സഖ്യകക്ഷികളിൽ ഒന്നിനെപ്പോലും ആശ്രയിക്കാതെയാണ് ഇറാൻ തങ്ങളുടെ സൈനിക കരുത്ത് ലോകം കാണെ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. റെജിം ചേഞ്ച് അഥവാ ഇറാനിലെ ഭരണമാറ്റം കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇസ്രായേൽ പൊക്കിക്കൊണ്ടുവന്ന പ്രൊപ്പഗാണ്ടയാണ്. യുദ്ധകാലത്തും അത് അവർ ആവർത്തിച്ചു. എന്നാൽ ഈ സംഘർഷം ഭരണമാറ്റം ലക്ഷ്യമിട്ടുള്ള ഇസ്രായേലി നീക്കങ്ങളെയെല്ലാം ഫലപ്രദമായി പരാജയപ്പെടുത്തുകയാണ് ചെയ്തത്. നിലവിലെ ഇറാനിയൻ ഭരണകൂടത്തിൻ്റെ നില ഒന്നുകൂടി ഭദ്രമാക്കുകയും ചെയ്തു. പുറത്തു നിന്നൊരു സമ്മർദ്ദശക്തി തങ്ങൾക്കെതിരെ വന്നപ്പോൾ ഇറാൻ ജനത മുൻപെങ്ങുമില്ലാത്ത വിധം ഒറ്റക്കെട്ടായി നിൽക്കുന്ന അപൂർവ കാഴ്ചയും ഇക്കാലയളവിൽ കണ്ടു. പശ്ചിമേഷ്യയിലെ ഇസ്രായേലി ആധിപത്യ നീക്കങ്ങൾക്കെതിരെ നിഷേധിക്കാനാകാത്തൊരു ശക്തിയും കീ പ്ലെയറും ആണ് തങ്ങളെന്നാണ് ഇറാൻ ഒരിക്കൽ കൂടി അരക്കെട്ടിറപ്പിച്ചിരിക്കുന്നത്. ഇതോടൊപ്പം ചൈന, റഷ്യ തുടങ്ങിയ പാശ്ചാത്യേതര ആഗോള ശക്തികൾക്ക് ശക്തമായൊരു സന്ദേശം കൂടിയാണ് അവർ നൽകിയിരിക്കുന്നത്. നിലവിലുള്ള ആഗോള രാഷ്ട്രീയ അധികാര ബലാബലങ്ങളെ വെല്ലുവിളിക്കാനും മാറ്റിപ്പണിയാനും ശേഷിയുള്ള വിശ്വസിച്ച് ഒപ്പം കൂടെ കൂട്ടാവുന്ന പ്രാദേശിക ശക്തിയാണ് തങ്ങളെന്നും ഇറാൻ തെളിയിച്ചെന്നും കൂട്ടിച്ചേർക്കുന്നുണ്ട് റംസി ബാറൂദ്. ഇനി ഇസ്രായേൽ ചരിത്രത്തിൽ ആദ്യമായി അഭിമുഖീകരിച്ച സംഭവ വികാസങ്ങളിലേക്ക് വരാം. ഇസ്രായേൽ പെൻറ്റഗൺ എന്ന പേരിൽ അറിയപ്പെടുന്ന കീറിയ കോമ്പൗണ്ട് ആക്രമിച്ചതാണ് കൂട്ടത്തിൽ ഇസ്രായേലിനെ ഏറ്റവും കൂടുതൽ ഞെട്ടിച്ചത്. ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ്, പ്രതിരോധ മന്ത്രാലയം, സൈനിക ഇൻ്റലിജൻസ് യൂണിറ്റുകൾ എന്നിവയെല്ലാം സ്ഥിതി ചെയ്യുന്ന ഇസ്രായേലിൽ ഏറ്റവും കൂടുതൽ സുരക്ഷയുള്ള കേന്ദ്രങ്ങളിലൊന്നാണ് ആക്രമിക്കപ്പെട്ടത്. എയർ ഡിഫൻസ് സംവിധാനങ്ങളെല്ലാം ഭേദിച്ച് നിരവധി മിസൈലുകൾ ആ കെട്ടിട സമുച്ചയത്തിൽ പതിച്ചു. വലിയ നാശനഷ്ടങ്ങളുമുണ്ടായി. ഇതിനു പിന്നാലെയാണ് ലോകത്തെ തന്നെ ഏറ്റവും പ്രമുഖ ശാസ്ത്ര ഗവേഷണ കേന്ദ്രങ്ങളിലൊന്നായ വൈറ്റ്സ്മാൻ സയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടും മിസൈൽ ആക്രമണത്തിൽ തകരുന്നത്. സൈന്യത്തിനു വേണ്ടി ഏറ്റവും പുതിയ ശാസ്ത്ര സാങ്കേതിക ഗവേഷണങ്ങളും കണ്ടുപിടുത്തങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്ന ഗസ ആക്രമണത്തിന് ഉൾപ്പെടെ ഉപയോഗിക്കുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഡ്രോൺ, സൈബർ സെക്യൂരിറ്റി സങ്കേതങ്ങൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന IDF ടെക് ആസ്ഥാനം കൂടിയായിരുന്നു അത്. മറ്റൊന്ന് നെഗേവ് മരുഭൂമിയിലെ നെവാറ്റിം സൈനിക താവളമായിരുന്നു. F-35 ഉൾപ്പെടെയുള്ള ഏറ്റവും നൂതനമായ യുദ്ധവിമാനങ്ങൾ പാർക്ക് ചെയ്ത സൈനിക താവളത്തിലും ഇറാൻ ആക്രമണം നാശം വിതച്ചു. ഇതിനു പുറമെ ഇസ്രായേലിൻ്റെ ശതകോടികൾ വില വരുന്ന 3 യുദ്ധവിമാനങ്ങൾ ഇറാൻ തകർത്തിട്ടതായുള്ള വാർത്തകളും പുറത്തുവരുന്നു. ബാത്തിയാമിലെ പാർപ്പിട സമുച്ചയത്തിന് നേരെ നടന്ന ആക്രമണം ഇസ്രായേലിനെ ഒന്നാകെ ഞെട്ടിച്ചു. സുരക്ഷിതമെന്ന് അവകാശപ്പെട്ട ബോംബ് ഷെൽട്ടറുകളിൽ കഴിഞ്ഞ ഇസ്രായേലികൾ കൊല്ലപ്പെട്ട സംഭവങ്ങളും കൂടുതൽ ആശങ്കയ്ക്ക് ഇടയായി. ഹൈഫയിലെ ഓയിൽ റിഫൈനറിയിലും തുറമുഖത്തുമെല്ലാം വലിയ നാശനഷ്ടങ്ങളുണ്ടായി.
കേന്ദ്രത്തിൻ്റെ പ്രവർത്തനം തന്നെ നിർത്തിവയ്ക്കുന്ന സ്ഥിതി വന്നു. മറുവശത്ത് ഇസ്രായേൽ യുദ്ധത്തിനിറങ്ങും മുൻപ് വ്യക്തമാക്കിയ പ്രഖ്യാപിത ലക്ഷ്യത്തിൻ്റെ അടുത്ത് പോലും തൊടാനായില്ല. ഇറാൻ ലക്ഷ്യമാക്കി ദിവസവും നൂറുകണക്കിന് മിസൈലുകളും ബോംബുകളും അയച്ച് വൻ നാശം വിതച്ചിട്ടും അവരുടെ ആണവ കേന്ദ്രങ്ങളിൽ പരിക്കേൽപ്പിക്കാൻ ഇസ്രായേലിനായില്ല. ഒടുവിൽ തങ്ങൾക്ക് ഒറ്റയ്ക്ക് ഇറാന്റെ ആണവ പദ്ധതികൾ പിടിച്ചുകെട്ടാനാകില്ലെന്ന് ഇസ്രായേൽ പരസ്യമായി സമ്മതിക്കേണ്ടി വരികയും ചെയ്തു. അമേരിക്ക സഹായിക്കാൻ എത്തണമെന്നും ഇല്ലെങ്കിൽ തങ്ങളുടെ നിലനിൽപ്പ് അപകടത്തിലാകുമെന്നും കരഞ്ഞ് കേണപേക്ഷിക്കേണ്ടി വന്നു. ഒടുവിൽ നദാൻസ്, ഇസ്ഫഹാൻ, ഫോർദോ ആണവ നിലയങ്ങൾ വൻ പ്രഹരശേഷിയുള്ള ബങ്കർ ബസ്റ്റർ ബോംബുകൾ അയച്ച് US ബോംബർ വിമാനങ്ങൾ ആക്രമിക്കുന്ന സ്ഥിതി വന്നു. എന്നാൽ ആ ആക്രമണത്തിലും ഇറാൻ മുട്ടുമടക്കിയില്ല. ഇസ്രായേലിൽ ശക്തമായ തിരിച്ചടി തുടർന്നു. ഇസ്രായേൽ ഏറ്റവും വലിയ ഭീഷണിയായി ചൂണ്ടിക്കാട്ടിയ ഫോർദോ ആണവ നിലയത്തിൽ US ആക്രമണങ്ങൾക്ക് കാര്യമായ പരിക്കുണ്ടാക്കാനായിട്ടില്ലെന്ന് സാറ്റലൈറ്റ് ദൃശ്യങ്ങൾ ചൂണ്ടിക്കാട്ടി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പറയുന്നു. അവസാനം ഇസ്രായേൽ വെടിനിർത്തലിന് വഴങ്ങുമ്പോഴും ഇറാൻ അപ്പർ ഹാൻഡ് നിലനിർത്തി. അവസാന നിമിഷം ഇസ്രായേലിലെ ബീർഷബയിലെ 7 നില കെട്ടിടം തകർത്ത മിസൈൽ ആക്രമണത്തിലൂടെ ഇസ്രായേലിന്റെ ശവപ്പെട്ടിയിൽ അവസാന ആണിയും അടിക്കുകയായിരുന്നു ഇറാൻ. പഴയ ഇറാനല്ല ഇനി ഇസ്രായേലിന് നേരിടാനുള്ളത്. കൂടുതൽ കരുത്തായ, ഒറ്റക്കെട്ടായ, എല്ലാ ഭീഷണികളും നേരിടാൻ ദൃഢനിശ്ചയം ചെയ്ത ഇറാനെയാണ് ഇനി അവർ കാത്തിരിക്കുന്നത്. സ്വന്തം പ്രതിരോധ ശേഷിയും ആണവ സന്നാഹങ്ങളും കൂടുതൽ മൂർച്ച കൂട്ടാനുള്ള അവസരം കൂടിയാണ് അവർ ഇറാന് തുറന്നു കൊടുത്തിരിക്കുന്നത്. അതെ, ഇസ്രായേലിൻ്റെ ഉറക്കം കെടുത്താൻ പോകുന്ന പുതിയ ഇറാനാണ് ഈ 12 ദിവസത്തെ യുദ്ധം സൃഷ്ടിച്ചിരിക്കുന്നത്.